നമസ്കാരം. നമ്മളൊക്കെ മാധ്യമപ്രവർത്തകരാണ് എന്ന് വലിയ അഭിമാനത്തോടെയാണ് പുറത്തു പറയാറ്. പക്ഷേ ഇപ്പോൾ പ്രവർത്തകരാണ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ കൂവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. വേറെങ്ങുമല്ല, നമ്മുടെ കേരളത്തിൽ തന്നെ. കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പൂരത്തോടനുബന്ധിച്ച് വലിയ റിപ്പോർട്ടിങ്ങും വലിയ ബാക്ക് പാക്കുകളും ലൈവ് സ്റ്റുഡിയോകളുമായിട്ട് എത്തിയ മാധ്യമ പ്രവർത്തകരെ, ഏഷ്യാനെറ്റ് ന്യൂസ്, റിപ്പോർട്ടർ TV അടക്കമുള്ള മാധ്യമ പ്രവർത്തകരെ തൃശ്ശൂർ നിവാസികൾ, പൂരപ്രേമികൾ, ഭക്തജനങ്ങൾ നിർത്താതെ കൂവി ഓടിക്കുന്ന ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മാധ്യമങ്ങൾ ചെയ്യേണ്ട ജോലി ചെയ്യുക തന്നെ വേണം. പക്ഷേ ചെയ്യേണ്ട ജോലിയേ ചെയ്യാവൂ. മാധ്യമങ്ങൾ രാഷ്ട്രീയമായി ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ മാധ്യമങ്ങൾ നിഷ്പക്ഷമല്ലാത്ത നിലപാടുകൾ സ്വീകരിക്കുന്നത്, ജനവിരുദ്ധ നയങ്ങൾ സ്വീകരിക്കുന്നത്, ഒരു പ്രത്യേക മതവിഭാഗത്തിന് അനുകൂലമായി അല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന് എതിരായി വാർത്തകൾ നൽകുന്നത്, അല്ലെങ്കിൽ ആ രീതിയിൽ ആ വാർത്തയെ വളച്ചൊടിക്കുന്നത് ഒക്കെ. ഞാൻ എല്ലാ മാധ്യമങ്ങളെയും പറയുകയല്ല. നമ്മൾ കൃത്യമായി, സത്യമായി, സത്യസന്ധമായി, നിഷ്പക്ഷമായി വാർത്തകൾ അവതരിപ്പിച്ച് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ബാധ്യസ്ഥരാണ് മാധ്യമങ്ങൾ. അത് മറന്നുകൊണ്ട് പണത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പുറകെ പോയിക്കൊണ്ട് യാതൊരു നിലവാരമില്ലാത്ത വാർത്തകൾ, പ്രത്യേകിച്ചും ഹൈന്ദവ സമൂഹത്തിനെതിരെ, ഹൈന്ദവ ആചാരക്രമങ്ങൾക്കെതിരെ, ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടമുണ്ടായി, അത് മാധ്യമങ്ങൾ മൂലമാണ് എന്ന തരത്തിൽ ചില വാർത്തകൾ വന്നു. നമ്മളതൊന്നും കാര്യമായിട്ടെടുത്തില്ല. കാരണം മാധ്യമങ്ങളൊന്നും എന്തായാലും അത്തരത്തിൽ ചെയ്യില്ല എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് നമ്മളൊക്കെ വാർത്തകളൊക്കെ കൊടുത്തത്. ഒരു സ്വാഭാവികമായ സുരക്ഷാ വീഴ്ച എന്നുള്ള നിലയ്ക്കാണ് നമ്മളതിനെ കണ്ടത്. പക്ഷേ ചില ആളുകളത് മാധ്യമങ്ങൾ വന്നപ്പോൾ ഉണ്ടായ ആ ഒരു സുരക്ഷാ ഇല്ലായ്മ, അല്ലെങ്കിൽ ഒരു കരുതലില്ലായ്മ മൂലമാണ് ആ അപകടമുണ്ടായത് എന്ന് ഇന്നും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ചായാലും, ഗുരുവായൂർ ദേവസ്ഥത്തെ സംബന്ധിച്ചായാലും, അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തെ സംബന്ധിച്ചായാലും, പത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ചായാലും ഒക്കെ തന്നെ, ശബരിമലയെ സംബന്ധിച്ചായാലും ഒക്കെ തന്നെ ഈ ഹൈന്ദവ വിശ്വാസ വിരുദ്ധ വാർത്തകളുമായി ഒരു പറ്റം മാധ്യമങ്ങൾ ഇന്നും ജനങ്ങൾക്കിടയിലുണ്ട്. അവരെയാണ് ജനങ്ങൾ കൂവി ഓടിച്ചത്. അതിനിയും കൂവി ഓടിക്കും. ഇപ്പോൾ കൂവലിൽ ഒതുങ്ങി കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ സഹിക്കെട്ട് കൈവയ്ക്കും. അവസാനം ഈ മാധ്യമങ്ങളുടെ പേര് കേൾക്കുമ്പോൾ ജനങ്ങൾ തല്ലി ഓടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. അവിടെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് എതിരെ തിരിഞ്ഞു, അല്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലുള്ള നിലപാടുണ്ടായി തുടങ്ങിയ ചില പ്രയോഗങ്ങളുമായിട്ടൊക്കെ പലരും എത്തുമായിരിക്കും. എന്തൊക്കെ വന്നാലും ശരി, മാധ്യമങ്ങൾ ഉത്തരവാദിത്വത്തോടെ, നിഷ്പക്ഷതയോടെ, സ്വാതന്ത്ര്യത്തോടെ, സത്യസന്ധതയോടെ ജോലി ചെയ്യണം. നമുക്ക് തെറ്റായ വാർത്തകളോ അല്ലെങ്കിൽ നമുക്ക് ശരിയല്ലാത്ത രീതിയിലുള്ള ചില വിവരങ്ങളോ ഒക്കെ കിട്ടിയേക്കാം. പക്ഷേ ഇത് ഒരു അജണ്ടയുടെ ഭാഗമായിട്ട്, ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തൃശ്ശൂർ പൂരത്തെയും പൂരത്തിൻ്റെ അവസ്ഥയും തകർക്കുന്ന രീതിയിൽ പലരും മാധ്യമങ്ങൾക്കുള്ളിലും പുറത്തുമിരുന്ന് ചർച്ച ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി, അല്ലെങ്കിൽ ആ രീതിയിൽ അതിനെ മോശമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കാൻ കാരണം പൂരം കലക്കിയതാണ് എന്ന് പറയുന്ന, അത് കഴിഞ്ഞ തവണത്തെ പൂരമാണ്, എന്നാൽ പോലും ഇത്തരത്തിൽ, അല്ലെങ്കിൽ കഴിഞ്ഞതിന് മുമ്പത്തെ തവണത്തെ പൂരമാണ് എങ്കിൽ പോലും ഇത്തരത്തിൽ ഹൈന്ദവ സംസ്കാരത്തെയും ഹൈന്ദവ ബിംബങ്ങളെയും ആരാധനാക്രമങ്ങളെയും ഒക്കെ കരിവാരി തേച്ചുകൊണ്ട്, അപമാനിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളെ ജനങ്ങൾ കൂവുകയല്ല, തല്ലി ഓടിക്കുകയോ ചെയ്താലും അതിനകത്ത് നമുക്ക് ആർക്കും ഒരു തരത്തിലും അത് വിമർശിക്കാനോ തെറ്റു പറയാനോ സാധിക്കില്ല. കാരണം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുഖത്ത് നോക്കി കളിയാക്കിച്ചിരിക്കുന്ന രീതിയിലേക്ക് പല മാധ്യമങ്ങളും പ്രവർത്തിക്കുന്നു എന്നത് ഒരു വാസ്തവമാണ്. നമ്മൾ ആത്മവിമർശനത്തോടെ തന്നെ പറയുകയാണ്, മാധ്യമങ്ങൾ അത്തരത്തിൽ പ്രവർത്തിക്കേണ്ടവരല്ല, അത്തരത്തിൽ ചെയ്യേണ്ടവരല്ല. അതല്ല മാധ്യമ ധർമ്മം, അതല്ല മാധ്യമ സത്യസന്ധത, അതല്ല മാധ്യമ സ്വാതന്ത്ര്യം. മാധ്യമങ്ങൾ എന്താണ് എന്ന്, അല്ലെങ്കിൽ മാധ്യമങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് അവർ തന്നെ മനസ്സിലാക്കേണ്ട സമയം കടന്നുപോയിരിക്കുന്നു. അത് ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ മാധ്യമങ്ങൾക്ക് സാധിക്കും.